പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിലെ രാഷ്ട്രീയ പ്രമേയം. നമുക്കറിയാം, മോഹൻലാൽ നടനായിട്ടും അതുപോലെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രാഷ്ട്രീയം നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടും അല്ലാതെയും അനുകൂലിച്ചും ഒക്കെ പല പാർട്ടികളും മതപരമായിട്ടുള്ള സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമ ഒരു കലാരൂപമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലത്തിൽ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആ ഒരു കണ്ണിലൂടെ കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുസമൂഹം നമ്മുടെ കടമ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു സിനിമയിൽ അതിൻ്റെ കണ്ടൻറ്റ്, അത് പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപവുമായിട്ട് 2002 നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില സാമ്യമായിട്ടുള്ള സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, 2002 ഫെബ്രുവരി 27 സമയത്ത് അയോധ്യയിലേക്ക് പോയിട്ടുള്ള കർഷക സംഘം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ, സബർമതി ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ ഗോദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അതിൽ ഉണ്ടായിരുന്ന 2 ബോഗികൾക്ക് തീ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശം മുസ്ലിം ഏരിയ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ആ ഒരു തീ വെക്കപ്പെട്ട സ്ഥലം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും മെജോറിറ്റി മുസ്ലിം പോപ്പുലേഷൻ അധിവസിച്ചിരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവരാണിത് ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരുപാട് കമ്മീഷനുകളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പല രീതിയിലുള്ള തലത്തിലുള്ള നിരീക്ഷണങ്ങളാണ്, റിപ്പോർട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് താനും. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്. അപ്പോൾ ഈ സിനിമയിലും ആ ഒരു സാമ്യത അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ വർഗീയതയോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അത് നമുക്ക് ഹിസ്റ്റോറിക്കൽ സംഭവമാണ്, ഫാക്റ്റാണ്, അത് നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ വളച്ചൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്കോ ഭംഗം വരുത്തുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാത്തിടത്തോളം കാലം സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകളും, ആൻ്റണി പെരുമ്പാവൂർ, അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും തിരുത്താൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് അത് നിർമ്മിച്ചതിന് ശേഷം കേന്ദ്രത്തിൻ്റെ തന്നെ സെൻസർ ബോർഡിലേക്ക് ആദ്യം ചെല്ലുന്നുണ്ട്. അവർ സെൻസർ ചെയ്തിട്ടാണ് ഈ സിനിമ വിതരണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ സെൻസർ ബോർഡിൻ്റെ പരിഗണനയ്ക്ക് പോയിട്ടുള്ള സിനിമ വീണ്ടും മറ്റു പ്രദർശനം നടന്നുകൊണ്ടിരിക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരം വീണ്ടും അതിലുള്ള ഭാഗങ്ങളൊക്കെ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അത് വെട്ടിമാറ്റണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഔചിത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഘടനയ്ക്കോ വേണ്ടിയിട്ട് അല്ലല്ലോ സിനിമ നിർമ്മിക്കുന്നത്. ഒരാളെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സിനിമ നിർമ്മാണം ചെയ്യുക എന്നുള്ളത് ഓക്കെ. പിന്നെ അതിൽ ഏകദേശം 24
ഭാഗങ്ങൾ വെട്ടിമാറ്റുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് ശേഷം. പിന്നെ റീ എഡിഷൻ, പിന്നെ വീണ്ടും അതും 24 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിന് ശേഷം, പക്ഷേ നമ്മൾ 24 കട്ട് പറഞ്ഞാലും പക്ഷേ 2 മിനിറ്റോളം മാത്രമേ അതിൽ നിന്നും ലോസ് ആവുന്നുള്ളൂ. ആ സമയം മാത്രമേ വെട്ടി നിർത്താൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രമേയം അതുപോലെ തന്നെ സിനിമയിൽ കാണാനും പറ്റും. പിന്നെ ഇതിൽ മാറ്റപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്ന് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകൾ, അതുപോലെ കലാപവുമായി ബന്ധപ്പെട്ട ചില കഥാപാത്രങ്ങളുടെ പേരുകൾ, അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ് നമുക്ക് സെൻസർ ബോർഡിൽ പോയിട്ട് വീണ്ടും അത് മാറ്റം വരുത്തിയിട്ടാണ് പുതിയ ഒരു എഡിഷൻ സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കലാബോധം, ഇപ്പോൾ എല്ലാവരും പൊതുസമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ സിനിമയുടെ പേരിൽ വർഗീയതയും വിദ്വേഷവും ചെലുത്തുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.